ഹലോ ഗായ്സ്, വെൽക്കം ടു പേളി മാണി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഞാനാണ് ചെയ്യാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ വ്ളോഗ് ഇന്ന് ഫുൾ സർപ്രൈസ് വ്ളോഗാണ്. ഞാൻ പേളിനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. ആ സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണണം. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര സർപ്രൈസ് ആയിട്ടോ, നിങ്ങൾക്ക് സർപ്രൈസ് ആയിരിക്കും. എന്നുവെച്ചാൽ പേളിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ ഈ വരുന്ന വാലന്റൈൻസിന് വേണ്ടി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പേളിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഞെട്ടിക്കുക. എന്തായാലും സർപ്രൈസ് പൊളിക്കാൻ പോവാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ ഉണ്ടാവണം, നിങ്ങൾ സർപ്രൈസ് ആവണം. ഓക്കെ, പേളി ഇന്നൊരു വ്ളോഗ് ചെയ്യണം. ഡേ ഇൻ അവർ ലൈഫ്, ഇൻ അവർ ഈവനിങ്. ചുമ്മാ കുറേ ദിവസമായല്ലോ വീഡിയോ ഒക്കെ എടുത്തിട്ട്, സോ ട്രൈ ചെയ്ത. പക്ഷെ നമുക്കപ്പോൾ പുറത്തു പോകാം. അതെ, പക്ഷെ അപ്പൊ കുട്ടമ്പേ റെഡി ആവോ? എവിടെ വിളിച്ചാ അപ്പൊ റെഡി അല്ലേ? പുറത്ത് പോവാ. പക്ഷെ അപ്പൊ പോയി ഒന്ന് റെഡി ആയിക്കോ, നമ്മളൊരു 4 മണിക്ക് ഇറങ്ങാം. ഓക്കെ, ചുമ്മാ ഇങ്ങനെ കറങ്ങാം, പോണ വഴിക്ക് പ്ലാൻ ചെയ്യാം. പക്ഷെ ഇന്ന് നീ മൂന്നാറ് നോക്കാം, നമുക്ക് എവിടെ വെച്ചാ പോവാം. പക്ഷെ നീ രണ്ട് അത് കുഴപ്പമില്ല, എല്ലാരും ഉറങ്ങിയിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ നീ ഇപ്പോഴും നല്ല സുന്ദരിയാണ് അല്ലേ ഗൈസ്? അതെ. അപ്പൊ കുട്ടപ്പേറ്റെ റെഡി ആവാം, റെഡി ആയിട്ട് നിന്നെ വീഡിയോ എടുക്കാം. ഓക്കെ, ജീൻസും ടീഷർട്ടും അങ്ങനെയൊക്കെ. ആ എടാ, പുറത്ത് പോകുമ്പോ നീ ജീൻസ് അല്ലേ ഇടേ? ഇപ്പൊ നീ ജിമ്മൊക്കെ പോയി പക്ക പെർഫെക്റ്റ് ആയില്ല, ഫിറ്റ് ആയി. അപ്പൊ എന്തെങ്കിലും ഓവർകോട്ട് ഉണ്ട് കേട്ടോ, സ്റ്റൈലായിരിക്കട്ടെ. ഏതോ ഒന്ന്. നീ ആദ്യം റെഡിയാവും. ഓക്കെ, നീ ആദ്യം റെഡിയാവും. ഹലോ മാഡം, റെഡിയാണോ? നല്ല ടീഷർട്ട്. നിന്റെ മേർച്ച് അല്ലത്, പുതിയ ടീഷർട്ടാ? എന്റെ സൈസ് വന്നോ? എന്റെ സൈസ് ശ്രീനിയുടെ സൈസ് വന്നിട്ടില്ല. എന്റെ രണ്ടും ഞാൻ ഓർഡർ ചെയ്തു, പോയി ഓർഡർ ചെയ്തു. അവിടെ ഒരു വിളംബരം, സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വിളംബരം. അതെനിക്ക് ഇഷ്ടം. ചായ കുടിക്കുന്നത് എന്താ പ്ലാൻ എന്ന് പറ, അതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം. എക്സാമ്പിൾ വെള്ളത്തിൽ ചാടുന്ന സീൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നോൺ വാട്ടർ പ്രൂഫ് മസ്കാര ഇടണം. അങ്ങനത്തെ സീനൊന്നുമില്ല. ജസ്റ്റ് നീ ആ മറ്റേ നോ മേക്കപ്പ് ലുക്ക് ഇല്ലേ? അതാണ് 2 മണിക്കൂറിന്റെ മേക്കപ്പ്, അതല്ലേ? ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് റെഡി ആവട്ടോ ഗൈസ്. ഇപ്പൊ പേളി റെഡി ആവാൻ പോയിട്ടുണ്ട്. പേളി എങ്ങനെ വെച്ചാൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞാൽ മതി, റെഡിയാവും. പേളി പെട്ടെന്ന് ഈ പ്ലാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ഈസിയായി. എനിക്കത് അറിയുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ അവൾ റെഡി ആവുമെന്ന് എനിക്കറിയാം. സോ പേളി ഇപ്പോൾ റെഡിയാവാൻ പോയിട്ടുണ്ട്. ഹായ് നിലു ബേബി, എണീറ്റു. ഹായ്, ഹലോ. റെഡി ആയോ നിലു ബേബി? റെഡി ആയോ? റെഡിയായി. അടിപൊളി. ഓ, പറ്റാറ്റ പോവാ? റെഡിയാണോ? ജാക്കറ്റ് ഇപ്പിടുന്ന പിന്നെ ഞാൻ പാക്ക് ചെയ്തു. മൂന്നാറാണോ? എവിടെയോ പോണ വഴിക്ക് പറയും. എന്റെ മനസ്സ് പറയുന്നു, ഞാൻ ഇന്നലെ കുറെ പ്രാവശ്യം മൂന്നാറാണെന്ന് പറഞ്ഞു അല്ലേ? ഞാൻ പറയാം. അല്ല നിലു, നിനക്ക് എന്താ തോന്നുന്നേ?
എവിടെ കൊണ്ടുപോകുന്നത് നമ്മളെ? ഡാഡി എവിടെയാ? മൂന്നാറാണോ? മുടി കണ്ടോ ഞങ്ങളുടെ? എവിടെയാ പോന്നെ? Any guesses? കാക്കയുടെ അടുത്താണോ കൊണ്ടുപോകുന്നത്? അവളുടെ അടുത്തൊക്കെ അവളോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞു? അത് അവളോട് ചോദിക്കും. കാക്ക എന്തായാലും പറഞ്ഞത്? കാക്കല്ല, ഡാഡി എന്താ ഇല്ല, പറഞ്ഞില്ല. കാക്ക എന്താ പറഞ്ഞെന്ന് അവൾക്കറിയില്ല. കാക്ക എന്താ പറഞ്ഞേ? മറന്നുപോയോ? കാക്ക എന്താ പറഞ്ഞത്? കാക്ക കാക്ക എന്താ പറഞ്ഞത്? സ്റ്റക്കായി മറ്റേ സാധനം. കാക്ക എന്താ പറഞ്ഞത്? അവളുടെ ഹെയർ സ്റ്റൈൽ ഇതാണോ? ഇതേ ഉള്ളൂ. ഇനിയിപ്പോ അപ്പൊ ബൈ. നീ വരുന്നില്ലല്ലോ? നീ വരുന്നുണ്ടോ? വേഗം റെഡിയാവ്. ഹലോ, താഴെ ഇട്ടോ നീ? പാപ്പ എവിടെ? നിലു, പാപ്പ എവിടെ? പാപ്പ എവിടെ? സ്റ്റേ ഉണ്ടോ അത് തിരിച്ചു തരുമോ? അതിനനുസരിച്ചാണ് പാക്ക് ചെയ്യണ്ടേ. നീ എന്തായാലും ഒരു ഡ്രസ് എടുത്തല്ലോ. 2 പാമ്പർ മാത്രം എടുത്തു. കുഴപ്പമില്ല, ഒരേ ഡ്രസ് ഇടാം. റെഡി. നിലുബേബിയുടെ മുടി എങ്ങനെയുണ്ട്? അടിപൊളി. നിലുബേബി റെഡി അല്ലേ? യെസ്. അവള് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ്. പൈനാപ്പിൾ പെണ്ണി ചോക്ലേറ്റ് പീസ് എലാസ്റ്റിക് നല്ല പൊടിക്കാതെ. നിലു തുറന്ന് Come on, let's go. നിലു, ഹായ്. ഓടിക്കോ. പള്ളി, നീ വണ്ടി ഓടിക്ക, ഞാൻ ഇരിക്കാം കേട്ടാ. ഓക്കെ. Yes. ലെറ്റ്സ് ഗോ. നേരെ പോയി ആ ബസ് ഇടിക്കും. നേരെ എവിടെ? MG റോഡ് എടുക്ക. ഓക്കെ, ഞാൻ പറയുന്ന പോലെ പോയാ മതി കേട്ടോ. ഓക്കെ ടീച്ചർ. നീലൂടെ അടുത്ത് ചോദിച്ചോ. നീ എന്തെങ്കിലും ഗസ് ചെയ്യും? എനിക്ക് സത്യം പറയല്ലോ, ഒരു ഐഡിയ ഇല്ല. എപ്പോഴും നീ തന്നെ എനിക്ക് സർപ്രൈസ് ചെയ്ത്. എന്തായാലും ലോങ് ഡിസ്റ്റൻസ് അല്ലാന്ന് മനസ്സിലായി. ബിക്കോസ് എൻ്റെ അടുത്ത് പാക്ക് ചെയ്യാനൊന്നും പറഞ്ഞില്ല. അതായത് ഭയങ്കര ദൂരത്തേക്കൊന്നല്ല നമ്മൾ പോകുന്നത് മനസ്സിലായി. ബിക്കോസ് 2 പാമ്പറായിട്ട് അല്ലെങ്കിൽ നീ ധൈര്യത്തോടെ ഇറങ്ങത്തില്ല. പിന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും കഴിക്കാനോ എവിടെയെങ്കിലും നല്ലൊരു നീ ഡയറ്റ് അല്ലേ? അത് കറക്റ്റ് ആണല്ലോ. അപ്പൊ ഡയറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലം കഴിക്കാനായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഹോട്ടലും അല്ലാന്ന് തോന്നുന്നു. ബിക്കോസ് താമസിക്കുന്ന കാര്യമാണെങ്കിൽ ഡ്രസ് എടുക്കില്ല. 2-3 ദിവസമാണ് ഹോട്ടലിൽ താമസിക്കുക. ചിലപ്പോ അതായിരിക്കാം. എനിക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ ഈ സൈഡിലേക്കാണ് പോകുന്നത്. മെറൈൻ ഡ്രൈവ് സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെറൈൻ ഡ്രൈവ് അല്ല, ഇവിടെ ഇപ്പൊ MG റോഡ് എത്തി. ക്യാമറ കണ്ടവള് എന്തൊക്കെയാ സംസാരിക്കാൻ.
തലമേലെ കൊണ്ട് രണ്ട് കുടുമി കണ്ടല്ലേ രണ്ട് ചെറിയ കുടുമി ചെറിയ ഫൗണ്ടൻ. മണി 4:30 കറക്റ്റ് ചായയുടെ സമയം. വിത്ത് ഷുഗർ പ്ലീസ്. ഷുഗർ ഒന്നും പാടില്ല. ഈ ഡയറ്റിന്റെ പേരും പറഞ്ഞ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല കൊടുത്തോണ്ടല്ലോ. ഉദ്ദേശിച്ചിട്ടല്ല, നല്ലതിന് വേണ്ടിട്ട്. നിലു ബേബി, നീ എന്നോട് എങ്കിലും പറഞ്ഞില്ലല്ലോ. അവള് ഇവിടെ എന്താ ചെയ്യുന്നേ? നിലു എന്താ ചെയ്യുന്നേ ബൂബു? പാപ്പ അങ്ങോട്ട് പോണെങ്കിൽ താഴെ കൂടെ പോണം. മെലഡിയാണോ? ഓക്കേ. ഡിന്നർ எப்படி என்னோட താങ്ക് യു. സർപ്രൈസ്. പക്ഷെ ഡയറ്റ് അല്ലേ. താങ്ക് യു ഗൈസ്. ചീറ്റ് ഡേ. നീ എന്താ വെച്ചാ കൊറേ ദിവസമായില്ലേ നീ എനിക്കല്ല ചോറും കറിയൊക്കെ കഴിക്കാൻ തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ ഇവിടുത്തെ അടിപൊളി ഫുഡാണ്. അടിപൊളി. താങ്ക് യു, താങ്ക് യു. ഇതിൽ എൻട്രി. അതെ. യെസ്. ഇവിടെ ആദ്യമായിട്ടല്ലേ നമ്മള് വരുന്നത്? അതെ, ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് സർപ്രൈസ്. താങ്ക് യു. അല്ലേ? നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടല്ലേ? അതെ. ഹലോ, വരൂ, നമുക്ക് ഡിന്നർ കഴിക്കണ്ടേ? ചെക്കിൻ അല്ല, ഇത് ഡിന്നർ കഴിച്ച് നമ്മൾ വീട്ടിൽ പോണം. ഓ, നീ ഇവിടെ താമസിക്കണ്ട. എടാ, ഇന്ന് നിനക്ക് ചീറ്റ് ഡേ ആണ്. എന്ത് വേണമെച്ചാലും കഴിക്കാം. അതെ, അതുകൊണ്ടാണ്. ഓക്കെ. നിന്റെ കോട്ട് ഒന്നും ഇട്ടില്ലല്ലോ. ഒരു മിനിറ്റ് ബ്രോ, ഇവിടെ ലോൺ എവിടെയല്ലേ? ലെഫ്റ്റ് ആണല്ലേ? ലോണില് പോയിട്ട് എടാ, അവിടെ ഡിന്നർ ഇന്ന് നിനക്ക് ചീറ്റ് ഡേ ആണ്. ലൈക്ക് ഔട്ട്സൈഡ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ. എടി, നിനക്ക് കാൻഡിൽ ലൈറ്റ് റാഗിയും ഇവിടെ ഇങ്ങനെയല്ല. ഇത് ഒരു പാർക്ക്. കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് പാർക്കിൽ എവിടെ കഴിക്കാനാ? അവിടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ടേബിൾ ഫുൾ ഫുഡാണ് കേട്ടോ. എന്ത് വേണച്ചാ നിനക്ക്. ആനന്ദേ, ഈ വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ എന്നോട് നീ ക്ഷമിക്കണം. പൊളി. അവിടെ എന്താ എല്ലാരും വീഡിയോ എടുക്കുന്നത്? ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അറിയുന്നില്ലേ? നിയാസ് ബ്രോ. ഹായ്. എന്താ സംഭവം? ഒന്ന് പറഞ്ഞു. ഹായ് ബ്രോ. ഇങ്ങനെ നമ്മളുടെ dear Chulama, you are a wonderful partner, and before that, you have always been an extraordinary human being. There is no greater gift than the gift of love, and for that I'm grateful for you. Thank you for happening in my life. Oh. ഇതിന്റെ അകത്താണ് ഞാൻ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാൻ. ഡിന്നറാണ് ഇതിന്റെ അകത്തോ? ബ്രോ, അവര് ഫുഡൊക്കെ അകത്ത് വെച്ചില്ലേ? അതെ. നിഖിൽ ബ്രോ. നിഖിലോ? ആ, ഇവിടെ എന്ത് സംഭവം? ഹായ്. എന്താണ് നിഖിൽ?
ഒരു കള്ളക്കളി കുറെ നേരമായി ആദ്യം എന്നെ കഴിക്കാൻ കൊണ്ടുപോവാണ്. How are you? Hi. Finally you guys are meeting Nila, right? ഡിന്നർ കഴിക്കാമെന്ന് നമുക്ക്. ഇത് ഡിന്നർ അല്ല, ഇത് വേറെന്തോ ആണ്. അതിന്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണ്ടേ ഞാൻ? ആ പാവ എന്റെ അടുത്ത് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഇതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? ശരിക്കും പേടിയാവുന്നു. എന്താടാ Are you serious? ഇത് നമ്മൾ അന്ന് ഓടിച്ച വണ്ടി. The cooler version. Really, thank you so much. ഡിന്നറിന് കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നത്. നിലു, ഇനി നമുക്ക് ബൈക്കിൽ ചുറ്റണ്ടേ? ഇതിന്റെ പേരെന്താ ഈ ബൈക്കിന്റെ? റീജൻ ആർ. Yeah. Yes, what's up? ഇങ്ങനെ ഓടിക്കാൻ പറ്റുമോ? നീ ഇവിടെ ഇരുന്നോ? ഇതൊക്കെ നിലു, നിന്റെ ഫസ്റ്റ് ബൈക്കിടി ഞെട്ടിപ്പോയാ? എന്താ നിലു ഇത്? ബൈക്ക് 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 ബൈക്ക്. I love the color. ഒരു രക്ഷയില്ലാട്ടാ. വണ്ടി ഓടിക്കുന്നത് നോക്ക്. First of all, didn't expect him because ഇന്ന് ഒരു സ്പെഷ്യലും അല്ലാത്തൊരു ദിവസമല്ലേ. So I was thinking ചുമ്മാ, because കുറേ ദിവസമായിട്ട് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഫുഡൊന്നും അധികം കഴിക്കാം. അപ്പം ഇന്ന് പറഞ്ഞു ഫുഡ്, അടിപൊളി ഫുഡ് കൊണ്ടുവരാം. പിന്നെ പറഞ്ഞു ഞാൻ ഗസ് ചെയ്തത് മൂന്നാറാണ്, ബിക്കോസ് എന്നെ കൊണ്ട് ജാക്കറ്റ് ഒക്കെ ഇടിപ്പിച്ചു കൊടുത്തത്. ബട്ട് ഞാൻ സത്യമായിട്ട് കിളി പോയിരിക്കുകയാണ്. ബിക്കോസ് ഞങ്ങളിത് പണ്ട് ക്രിസും ഏജയും കൂടെ നമ്മൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ അതിരപ്പള്ളി ഒരു ഡ്രൈവിനൊക്കെ റൈഡിന് ഇത് വെച്ച് പോയിരുന്നു. സോ അന്നേ ഞാൻ പറഞ്ഞു ശ്രീനി. പിന്നെ കോവിഡ് വന്നു, പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയി, പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ബൈക്കൊന്നും. പക്ഷെ എപ്പോഴും ആ വഴി പോകുമ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ബൈക്ക് ഇവിടെ ഉണ്ട് ട്ടാ എന്നിങ്ങനെ വെറുതെ പറയും. ബട്ട് ഐ നെവർ തോട്ട് ഹീൽ ബൈ ഇറ്റ് ലൈക്ക് വിതൗട്ട് ഈവൻ ടെല്ലിങ് മീ. ഐ മീൻ ഇറ്റ്സ് ക്രേസി. നിലുവിനൊന്നും മനസ്സിലായിട്ടില്ല. ഏജ് ഇവരെയൊക്കെ നമ്മുടെ ബൈക്ക് റൈഡ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്രിസ് വരൂ. ടീം 5 തൊട്ടുള്ള ബന്ധമാണ് ഇവരായിട്ടുള്ള. അപ്പൊ ഈ ബൈക്ക് ചൂസ് ചെയ്ത ആരാണ്? ശ്രീനിയാണോ? ശ്രീനിയാണോ ചൂസ് ചെയ്തത്? അതാണ് എന്റെ അടുത്ത് ബ്ലൂ ജാക്കറ്റ്. ഓ മൈ ഗോഡ്, everything's making. ഞാൻ ആക്ച്വലി കുറച്ച് ഡൗട്ട് അടിച്ചു, ബിക്കോസ് കുറച്ച് ദിവസമായിട്ട്
ഒരു ഫോൺ വരുമ്പോ മാത്രം ശ്രീനി നേരെ ബാൽക്കണിയിലേക്ക് ഓടുന്നു. അപ്പൊ ഞാൻ വെച്ചു ഇവിടെ എന്തോ നിഖിലാണ് ഇവിടെ പടക്കം പൊട്ടിച്ച് റെഡ് കാർപ്പറ്റ് ഒക്കെ ആക്കി ബൈക്കിന് വേണ്ടി ഒരു ഫാഷൻ ഷോ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതുപോലെ അറിയില്ല, അതിന്റെ കുഴപ്പമില്ല. ഇത് വാലന്റൈൻസ്, ഓ അതും കൂടി ഞാനിപ്പോഴാണ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ. ഓ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ ബ്രോ? 10ാം ക്ലാസ് 12ാം ക്ലാസ് അതൊക്കെ കഴിഞ്ഞില്ലേ? നമ്മുടെ മാജിക് മോഷൻ ആണ്. താങ്ക് യു സോ മച്ച് മാജിക് മോഷൻ ആൻഡ് റൂബൻ ആൻഡ് ടീം. എന്റെ മുഖം ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സന്തോഷവും ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ്, ഞാനാണ് എപ്പോഴും ശ്രീനിനെ പറ്റിക്കാറ്. അപ്പൊ ശ്രീനി എന്നെ ഇന്ന് അതിവിദഗ്ധമായി പറ്റിച്ചിരിക്കുന്നു, സർപ്രൈസ് ചെയ്തിരിക്കുന്നു. ഭയങ്കര പാടാ. ഒരു കാര്യം, ഇപ്പൊ ഇവിടെ ഒരു സംഭവം നടന്നു. ശ്രീനി ചേട്ടൻ വണ്ടി ഓടിക്കുന്നില്ലെന്ന് ക്രിസ് ചോദിക്കുന്നു ശ്രീനിയോട്. ശ്രീനി ഞാനാണല്ലോ ഓടിക്കേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ? കമന്റ് ബിലോ നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയാണ് ഈ ബൈക്ക് വാങ്ങിച്ചതെന്ന് തോന്നുക? നിങ്ങൾ പ്ലീസ് കമന്റ് ബിലോ. പേര് എനിക്കാണെങ്കിലും വെരി സോറി, ഈ കീ ഞാൻ ഒളിപ്പിച്ച് വെക്കാൻ പോണു. സോ ഗൈസ്, ഇന്നത്തെ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യേണ്ടത് ശ്രീനിയാണ്. അല്ല, ബിക്കോസ് ഇത് ശ്രീനിയുടെ സർപ്രൈസ് ആണ്. ആണോ? അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ സർപ്രൈസ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് എന്താ പറയാ, ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ യു ഫീൽ ലൈക്ക് ലൈഫ് ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളൊരു ഫീലിംഗ്. ആൻഡ് ശ്രീനിക്ക് അറിയാം എനിക്ക് ബൈക്ക് എന്ത് ഇഷ്ടമാണ്. ഇറ്റ് ജസ്റ്റ് മേക്സ് മീ ഫീൽ സോ ഹാപ്പി ടു റൈഡ് എ ബൈക്ക്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബൈയിങ് മീ എ ബൈക്ക്. ആൻഡ് താങ്ക് യു ക്രിസ്, താങ്ക് യു AJ, താങ്ക് യു Nikhil, Ruben and team, everybody for being here and making this happen. Thank you BMW EVM, Meridian, yeah. Thank you so much for this beautiful venue, Philip. Thank you so much, Abba. Thank you guys and bye. Bye. Killy boy guys. Have you ever met Miss Lindy? She's a gal with the bright red hair. Now she stands high from all the rest. You'd know her anywhere. Where she's mine, yeah, she's mine. Well, I love that little girl with the bright red hair. Well, Miss Lindy, my Miss Lindy. Well, I love that little girl with the bright red hair. Have you ever seen Miss Lindy? She likes to dance all day, and when she does rock and roll, it takes your breath away. Well, she's mine, yeah, she's mine. Well, I love that little girl, she's so fine. Well, Miss Lindy, my Miss Lindy. Well, I love that little girl. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 Pearly Money Show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Pearly Money Show.